ഹലോ ചങ്കുകളെ, വെൽക്കം ബാക്ക് ടു കർമ്മ വേൾഡ്. എല്ലാവർക്കും സന്തോഷമല്ലേ? ഉഷാറല്ലേ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാവർക്കും നന്ദി. സ്നേഹം മാത്രം, എല്ലാവരോടും സ്നേഹം. എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാണ്, മറ്റാരുടെയല്ല, എൻ്റെ ചേച്ചിയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, ഇളയ മകൻ്റെ. അവൻ്റെ പേര് റയാൻ എന്നാണ്. അവനിപ്പോൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം ഇതാണ് ആൾ. ഇതിന് പ്രത്യേകതയുണ്ട് ഈ ആൾക്ക്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡാൻസിൻ്റെ വീഡിയോസും പിന്നെ ഈയിടെ തങ്കമനസ് എൻ്റെ അമ്മയായിട്ട് ചെയ്ത വീഡിയോയും പിന്നെ ചേച്ചിയായിട്ട് നമ്മുടെ കണ്ണാന്തുമ്പി ചെയ്ത വീഡിയോ ഒക്കെ എനിക്ക് ക്യാമറ ചെയ്തു തന്നത്, ക്യാമറ എന്ന് പറയുന്ന ഫോണിൽ എൻ്റെ ക്യാമറ വർക്ക് ചെയ്തു തന്നത് ഇവനാണ്. എൻ്റെ ചങ്കാണ്, ചങ്ക് ബോയാണ്. അപ്പം അവൻ്റെ ബർത്ത്ഡേ ആണ്. കൂടാതെ എൻ്റെ ഡാൻസിൻ്റെ എല്ലാ സംഭവങ്ങളും ചെയ്തു തരുന്നത് ഇവനാണ് കേട്ടോ. റയാൻ എന്നാണ് പേര്. അപ്പം ആദ്യമേ എൻ്റെ റയാൻകുട്ടന് എല്ലാവിധ പിറന്നാളാശംസകളും നേരുന്നു. എന്നെ അവൻ വിളിക്കുന്നത് വാവ അക്കോ എന്നാണ് കേട്ടോ. എന്നെ ചെറുപ്പത്തിൽ വീട്ടിൽ വിളിച്ചിരുന്ന പേരാണ് വാവ. അപ്പം അങ്കിൾ എന്ന് വിളിച്ച് അക്കോ ആയി. എൻ്റെ ചേച്ചിയുടെ ഇളയ മകനാണ്. മൂത്ത ഒരാളും കൂടി ഉണ്ട്, സിയോണ്. അവനിപ്പോൾ +2 പഠിക്കുകയാണ്. റയാനിപ്പം 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. ഞങ്ങൾ നല്ല കൂട്ടാണ് കേട്ടോ. ഞങ്ങൾ ചങ്കുമാണ്, അടിപൊളി. അപ്പം അന്നത്തെ ദിവസം ഞാൻ ഇച്ചിരി താമസിച്ചാണ് എഴുന്നേറ്റത്. കാരണം നാഗർകോവിൽ പോയിട്ട് വന്നിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു നാഗർകോവിൽ പോയത്. അപ്പം അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് എല്ലാം റെഡിയായൊക്കെ താഴേക്ക് വന്നപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇതെൻ്റെ ചേട്ടനാണ്, ചേട്ടൻ്റെ വൈഫാണ് അത് നിൽക്കുന്നത്. പിന്നെ മകനാണ് മിലൻകുട്ടൻ, അവനും എൻ്റെ ചങ്ക് ബ്രോയാണ് കേട്ടോ. ഇതെൻ്റെ ചേച്ചിയാണ്. ചേച്ചിയെ ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടിരിക്കുന്നവർ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ 2 വീഡിയോസിനും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. എൻ്റെ അമ്മയായിട്ട് ചെയ്തതും തങ്കമനസ് എന്നുള്ള പാട്ടും പിന്നെ കണ്ണാന്തുമ്പി എന്ന് പറയുന്ന പാട്ടും ചേച്ചിയായിട്ട് ചെയ്തതും അതിന് ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടി. ഒരുപാട് നന്ദി. ഇത് റയാൻ്റെ കൂട്ടുകാരൊക്കെയാണ് കേട്ടോ. ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവരും നേരത്തെ തന്നെ വന്നു. ഭയങ്കര കളിയിലും കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പം. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. എനിക്ക് കൊച്ചുനാളിലത്തെ ഓർമ്മയിലേക്കൊക്കെ പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവനെ വിളിച്ചുകൊണ്ട് ഐസ്ക്രീം വാങ്ങാൻ പോയി. അപ്പോൾ ഐസ്ക്രീം കിട്ടിയില്ല. പിന്നെ ചോക്കോബാറാണ് കിട്ടിയേ, നമ്മുടെ സ്ട്രോബെറിയുടെ ചോക്കോബാർ. അപ്പോൾ അത് വാങ്ങിച്ചു. ചെക്ക ഹാപ്പിയായി. പിന്നെ വീട്ടിൽ വന്നു. കേക്ക് കട്ടിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തു. അതിൻ്റെ ഫോട്ടോസാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ. ഇത് ഈ പച്ച ചുരിദാർ ഇട്ട ആളാണ് എൻ്റെ ചേച്ചി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക്, ആ ഷോർട്സ് റീൽസ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ചേച്ചിയെ. പിന്നെ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അടിപൊളി ഒരു കേക്കായിരുന്നു കേട്ടോ, നല്ല മധുരമുള്ളൊരു കേക്കായിരുന്നു. ശരിക്കും നല്ല രസമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് 3 മക്കളാണ്. എൻ്റെ പപ്പ മരിച്ചു പോയതാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി കൂടുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ്. കാരണം എല്ലാവരും തിരക്കൊക്കെ പിടിച്ച ജീവിതമാണ്. എല്ലാവരും ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എല്ലാവരും അവരവരുടെ ഇതായിട്ട് ജീവിച്ച് പോവുകയാണ്. അപ്പം ഞങ്ങൾ കൂടുന്നതെന്ന് വെച്ചാൽ ക്രിസ്മസിന്, ഓണത്തിന്, പിന്നെ എന്തെങ്കിലും കല്യാണ ഫംഗ്ഷന്, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് കൂടാറുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ. പക്ഷേ ഇതൊരു നല്ല അനുഭവമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി കൂടാനായിട്ടൊരു അവസരം ദൈവം ഒരുക്കി തന്നു. ഞങ്ങളത് അടിച്ച് പൊളിച്ചു. ഇത് ഞങ്ങൾ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൊടുക്കുന്നതാണ്. ഇതെൻ്റെ ചേട്ടൻ്റെ മോനാണ്. ഇത് ചേച്ചി. പിന്നെ എന്തായാലും ഞങ്ങൾ നന്നായിട്ട് ആഘോഷിച്ചു, നല്ല അടിച്ചു പൊളിച്ചു, സൂപ്പറായിട്ട് തകർത്ത് വാരി. റയാനാണേലും ഞങ്ങൾ കുഞ്ഞൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. കുഞ്ഞനാണേലും അടിപൊളി ആയിട്ട് സന്തോഷിച്ചു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്ന് അടിപൊളിയായിട്ട് അവൻ ഹാപ്പിയായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് കുട്ടികളും എല്ലാവരും ഹാപ്പിയായിരുന്നു. തകർത്ത് വാരി കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കേക്ക് പങ്കുവച്ചു. കണ്ടില്ലേ, അവൻ്റെ ഫേസിൽ ഫുള്ളും കേക്ക് ക്രീം തേച്ച് ഒരു കോമാളിയാക്കി വെച്ചിരിക്കുന്നുണ്ടോ. ഞാനും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതൊക്കെ ഒരു രസമല്ലേ? അങ്ങനെ തകർത്ത് ഞങ്ങൾ അടിച്ച് പൊളിക്കുമായിരുന്നു. എല്ലാവരും വളരെയധികം സന്തോഷത്തോടെയാണ്. നമ്മളിപ്പം ചെറുപ്പകാലത്തിലെ ആ ഒരു ബാല്യകാലത്തിലേക്കൊക്കെ പോകുന്നൊരു ഫീല് വന്നു. എൻ്റെ ബർത്ത്ഡേയും ഇപ്പോഴും ആഘോഷിക്കാറുണ്ട് കേട്ടോ. എൻ്റെയും എല്ലാവരുടെയും, ചേച്ചിയുടെയും ചേട്ടൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും ആഘോഷിക്കാറുണ്ട്. ചെറുപ്പം തൊട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഞങ്ങൾ. പിന്നെ ഇത് എൻ്റെ അമ്മയാണ്. അമ്മ ഹാപ്പിയായിരുന്നു. കുട്ടികളെല്ലാവരും നല്ല കമ്പനിയായിരുന്നു കേട്ടോ. അവരുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേർന്നു. എല്ലാവരും നല്ല കമ്പനിയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എല്ലാവരെയും പരിചയപ്പെട്ടു. റയാൻ എന്നെ പരിചയപ്പെടുത്തി. എല്ലാവരും ഓക്കെ ആയിരുന്നു, അടിപൊളി. എല്ലാവരുടെയും പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചിലരൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാറേ ഇല്ല. എന്തെന്ന് വെച്ചാൽ അത് നമ്മുടെ ഓരോരുത്തരെയും ഒരു ദിവസമാണ്, നമ്മുടേതായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പം ഞാൻ പറയുന്നത് മാക്സിമം എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ആഘോഷം ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കൂട്ടുകാരുടെ ഗിഫ്റ്റ് റയാൻ നോക്കുക കേട്ടോ. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അവൻ്റെ ഫേസ് കാണുമ്പോൾ അറിയാമല്ലോ. കുഞ്ഞിന് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഗിറ്റാറ്, പിന്നെ ഷർട്ട്, കുറേ ഗിഫ്റ്റ് അവന് സമ്മാനിച്ചു. കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി കേട്ടോ. ശരിക്കും അവൻ നല്ല ഹാപ്പിയിലായിരുന്നു അന്ന്. ഒത്തിരി സന്തോഷമായി എന്ന് തോന്നുന്നു അവന്. പിന്നെ ഗൈസ്, ഇതാണ് എൻ്റെ അമ്മ. പിന്നെ സിയോണെ ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവൻ അന്ന് തലേദിവസം ഒരു ഫിലിം കാണാൻ പോയത് വിജയിൻ്റെ. അതാണ് അവന് കിടന്ന് ഉറക്കമായിരുന്നു. അങ്ങനെ എൻജോയ്മെൻറ്റിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ടോ? അവരെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. ഞങ്ങളും ഇരുന്ന് കഴിച്ചു. വേറെ പൊട്ടുമാരി ഇരുന്ന് കഴിച്ചു. തകർത്തു വാരി. അങ്ങനെ ഈ ബർത്ത്ഡേ റയാൻ്റെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാക്കി മാറ്റി ഞങ്ങൾ. ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.